Hi friends, welcome to cooking time. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു അവക്കാഡോ മിൽക്ക് ഷേക്ക് ആണ്. അതിനായിട്ട് നന്നായി പഴുത്ത ഒരു അവക്കാഡോ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നടുകെ മുറിച്ച് അതിൻ്റെ സീഡ് കളഞ്ഞെടുക്കാം. ഈ അവക്കാഡോയ്ക്ക് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതേപോലെ ഇത് വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നന്നായി പഴുത്തത് നോക്കിയെടുക്കുക. അല്ല പച്ചയാണെന്നുണ്ടെങ്കിൽ ഇത് ജ്യൂസ് അടിച്ചാലും ഇതിനൊരു കയ്പ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഇതിന് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നത് കൊളസ്ട്രോള് ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ അത് ഹൈ ആയിട്ടുള്ളവർക്ക് ഇത് സാലഡാക്കി കഴിക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ പ്രഗ്നൻ്റ് ആയവർക്കും കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഇത് സഹായിക്കും. പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല ഹോർമോൺ ലെവൽ ഇംബാലൻസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിക്കാനായിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളാക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇട്ടു. ഇനി ഇതിലേക്ക് ഒരു 5 സ്പൂൺ പഞ്ചസാര ഞാനിവിടെ മൊത്തം ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 2 സ്പൂണേ കാണിക്കുന്നുള്ളൂ, ബാക്കി കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ അതിലേക്ക് അതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാല് ഫ്രീസ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് പാല് കാച്ചി വേണം. പച്ചപ്പാൽ കുടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളവർക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് ഒരു ഹോർലിക്സിൻ്റെ പൊടി, ഇത് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അവക്കാഡോ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എടുത്ത അളവിന് ഒരു മീഡിയം സൈസ് അവക്കാഡോയും 1/2 ലിറ്റർ പാല്, ഹോർലിക്സ്, ഷുഗർ എല്ലാം കൂടെ 4 പേർക്ക് കുടിക്കാനാണ്. അതേപോലെ ഇവിടെ ഇപ്പോൾ ഇത് ഓപ്ഷണലാണ്. വീട്ടിൽ ഐസ്ക്രീം ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്തു എന്നുള്ളതേ ഉള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് ഐസ്ക്രീം എന്ന് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ചേർത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അവക്കാഡോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി നോക്കി ഇഷ്ടമായാൽ അഭിപ്രായം പറയുക. അതുപോലെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് കാണാം.